ഇപ്പോൾ അതുല്യയുടെ പിതാവ് നമുക്കൊപ്പമുണ്ട്. അതുല്യയുടെ പിതാവ് നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമസ്കാരം. ഇപ്പോൾ അതുല്യയുടെ ഹസ്ബൻഡ് സതീഷിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. എന്താണ് പ്രതികരണം? സതീഷ് ഒരു കൊലപാതകയാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണമല്ലോ. അത് അറസ്റ്റ് ചെയ്ത് നമ്മുടെ പോലീസ് അവന് വേണ്ടുന്ന അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് കേരള പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ എൻ്റെ മകളെ നീചമായി കൊല ചെയ്തതിന് അവന് ശിക്ഷ കിട്ടണം. അതിനുവേണ്ടി എല്ലാവരും നമുക്ക് സഹായിക്കണമെന്ന് ഇക്കാര്യത്തിൽ ഞാൻ പറയുകയാണ്. കുഞ്ഞിനെ അവന് 10 വർഷമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊന്നതാണ്. എൻ്റെ മകളുടെ നിലവിളി ശബ്ദം മാത്രമേ ഞാൻ 10 വർഷമായിട്ട് ഫോണിൽ കൂടെ കേട്ടിട്ടുള്ളൂ. ഞാനൊരു പ്രവാസിയായിരുന്നു. വിദേശത്ത് നിൽക്കുമ്പോൾ എന്നെ കോള് വിളിച്ചാലും അവളുടെ സങ്കടം, കരച്ചിൽ, അവന്റെ മർദ്ദനം, അവന്റെ ഇടി ഇട്ടിക്കൊണ്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട്. അവൻ ഇടിക്കുന്നത് ചവിട്ടുന്നു. ഞാൻ ലൈവിൽ വീഡിയോ കോളിൽ ഇരിക്കുന്ന സമയത്ത് അവൻ ഇടിക്കുന്നത് ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവളെന്നെ വീഡിയോ കോളിൽ വിളിക്കുന്ന സമയത്ത് പുറകെ കൂടെ വന്ന് തലയ്ക്ക് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ എത്ര വർഷങ്ങളായിട്ട് എൻ്റെ മകളെ അവൻ പീഡിപ്പിക്കാൻ തരും മദ്യപിച്ചിട്ട്. ഇവനെ മാതൃകാപരമായി ശിക്ഷിച്ച് ഈ സമൂഹത്തിന് ഇങ്ങനെയുള്ള ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക്, ഒരു പെൺകുട്ടിയൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അവന് കൊടുക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിന് പ്രതിയെ കൈമാറും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം. എല്ലാ തെളിവുകളും സതീഷിനെതിരായിരുന്നു അല്ലേ? അതെ, തെളിവുകളല്ലല്ലോ, ഇതെല്ലാം സത്യങ്ങളല്ലയോ. ഇവൻ ചെയ്ത പ്രവർത്തനമെല്ലാം തെളിവുകളായിട്ടല്ല എനിക്ക് തോന്നിയത്. സത്യങ്ങളല്ലേ ഇവൻ ചെയ്തതെല്ലാം. അവളെ ഒഴിവാക്കാൻ, പക്ഷെ ആ കുഞ്ഞിനെ അറിയത്തില്ലായിരുന്നത്. കുഞ്ഞ് നിഷ്കളങ്കമായ കുഞ്ഞാ. ഇവനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ കുഞ്ഞിന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി. അവളെ ഒഴിവാക്കാനായിട്ട് തന്നെയായിരുന്നു മദ്യപിക്കുക, അവളെ ഉപദ്രവിക്കുക. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവന് എത്ര വർഷം കൊണ്ട് തുടർന്നാണെന്നറിയോ. എൻ്റെ മകളെ അവൻ ഇഞ്ചിഞ്ചായി കൊന്നതാണ് എന്നാ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അവന് വേണ്ടുന്ന ശിക്ഷ കൊടുത്ത് മാതൃകാപരമായിട്ട് സമൂഹത്തിന് ഒരു പാഠമായിരിക്കണം ഇത്. ഇവനെ പോലുള്ളവർ ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കാൻ, ഓരോ കുഞ്ഞിന്റെയും ജീവൻ സൂചനകൾ അതുല്യ നേരത്തെ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ അതെ അച്ഛൻ, നേരത്തെ അതുല്യ ഇത്തരത്തിൽ ഗൗരവമേറിയ ഒരു വിഷയമാണെന്ന് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അനുവദിക്കില്ലായിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമ്മളങ്ങനെ ഒരിക്കലും അവന്റെ കൂടെ വിടത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഞാൻ അവനിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുള്ളൂ ഈ ഉപദ്രവങ്ങൾ കൊണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ കുഞ്ഞിന്റെ അവൾ വളരെ ഇക്കാര്യത്തിലൊക്കെ അവളൊരു സെന്റിയാണ്. പെട്ടെന്ന് അവൾ മനസ്സലിയുന്നതാണ്. ഇവൻ വന്ന് എത്രയോ ഇവളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അവൻ്റെ കൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തടഞ്ഞാൽ പോലും എന്നെ അറിയിക്കാതെ വരെ പോകും. കഴിഞ്ഞ വർഷം ഇതുകൊണ്ടൊക്കെ ഒരു വലിയ ആക്രമണം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ദുബായിലുണ്ടായിരുന്നു. അന്ന് ഞാൻ അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഇനി ഒരിക്കലും അവൻ്റെ കൂടെ നീ പോകരുത് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ടൊന്ന് വേർപെടുത്തിയായിരുന്നു അന്നും കഴിഞ്ഞ വർഷം. പിന്നെ ഞാൻ അവിടുന്ന് പോരുന്നതിന് ശേഷം വീണ്ടും ഇവന് അവിടെ ചെന്ന് അവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ ചെന്ന് ഇരുന്ന് വിളിച്ചോണ്ട് പോയതാ. ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലെന്ന് മോള് പോയപ്പോൾ. കുഞ്ഞൊരു മനസ്സലിയുന്നൊരു കുഞ്ഞ്, അവള് വളരെ സെന്റിയാണ് എപ്പോഴും. അതുകൊണ്ടായി ആ ഒരു വീക്ക്നെസ് ആണ് ഇവൻ മുതലെടുത്തത്. ഇവൻ മനഃപൂർവ്വം അവളെ കൊല്ലുക തന്നെ ആയിരുന്നു. എനിക്ക് അറിയാം, അല്ലാത്തുള്ള ഒരു നോർമൽ പേഴ്സൺ മദ്യപിക്കുന്നവൻ പോലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയോ പേർ മദ്യപാനികളുണ്ട് നമ്മുടെ നാട്ടിൽ, ഭാര്യമാരെ ഉപദ്രവിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയില്ല. ഇവൻ ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുള്ള ക്രൂര കൃത്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട്. എത്രയെത്ര തെളിവുകൾ. ആ കുഞ്ഞിന്റെ നിലവിളിയാണ് എൻ്റെ കാതിൽ എപ്പോഴും മുഴങ്ങുന്നത്. അച്ഛാന്ന് കണ്ണീരിരുമാറ് ഒഴിച്ചുകൊണ്ടുള്ള ആ നിലവിളി ഇപ്പോഴും എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സതീഷിനെ പിടികൂടിയിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം. കൃത്യമായും ഇനിയിപ്പം നീതി കിട്ടുക മാത്രമേ നമുക്ക് മുന്നിലുള്ള വഴിയുള്ളൂ. നഷ്ടപ്പെട്ടു പോയ മോളെ തിരിച്ചു കിട്ടാൻ കഴിയില്ല. എങ്കിൽ പോലും സതീഷിന് അർഹമായ ശിക്ഷ ഉണ്ടാവണം. ഇനി ഇത്തരം അതുല്യമാരുണ്ടാവരുത് എന്നുള്ളതാവണം ശിക്ഷയുടെ സന്ദേശവും. താങ്ക് യു. നമുക്കൊപ്പം പ്രതികരിച്ചതിന്. ഇപ്പോൾ അതുല്യയുടെ അച്ഛനാണ് നമ്മളോട് സംസാരിച്ചത്. അതുല്യയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ടോക്സിക്കായ റിലേഷൻഷിപ്പുകൾ എങ്ങനെയാണ് മരണകാരണമാവുന്നത്, കൊലപാതകത്തിലേക്ക് മാറുന്നത് എന്നുള്ളതാണ്